ഹലോ ഗായ്സ്, എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാമെന്ന് കരുതി. ഉച്ചയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് ഫുഡിന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ട ഉണ്ടായിരുന്നു. എന്നാലും ഇന്നൊന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ഒരാഗ്രഹം. കുറേ നാളായി പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട്. അതിന് വേണ്ടി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. എനിക്കും കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാവർക്കും മുട്ടയും വേറെ കുറച്ച് കറികളൊക്കെ ഉണ്ട്. എനിക്ക് മീനില്ലാത്തതുകൊണ്ട് ഇത് വേണം തോന്നി അങ്ങനെ അതൊക്കെ റെഡിയാക്കുകയാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ വാഷ് ചെയ്യും, അതിൻ്റെ ആ ഒരു പശയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. തോലൊക്കെ നല്ലതായിട്ട് ചേർത്തി അതിൻ്റെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുന്നുണ്ട്. ചില ആൾക്കാർ കുറച്ച് നീളത്തിലൊക്കെ കട്ട് ചെയ്ത് മെഴുക്ക് പുരട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് ക്രിസ്പ്നെസ് ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തതിനെ എല്ലാം ഒരു പാത്രത്തിലാക്കി വാഷ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ വാഷ് ചെയ്തെടുത്തതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നമ്മുടെ മുളകൊക്കെ ഫ്രൈ ചെയ്യുന്ന മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഇത് വോയിസ് ചെയ്യുന്നത്. അവൻ ഉണരും, അതുകൊണ്ടാണ്. ക്ഷമിക്കുക എല്ലാവരും. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയത്ത് ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എണ്ണ ചൂടാൻ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക എല്ലാവരും. എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ പറയുക, അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കാരണമാണല്ലോ നമുക്ക് ഓരോ യൂട്യൂബ് ചാനൽ ആൾക്കാർക്കും വളരാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും സ്വന്തം ഒപ്പീനിയൻ പറയുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. അങ്ങനെ എണ്ണ ചൂടായപ്പോഴത്തേക്കും കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഫ്ലെയിം കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ കറിവേപ്പില കഴുകി കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞിനിന്ന് ഫുഡിന് മുട്ടയുടെ മഞ്ഞ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കറികളെല്ലാം തലേ ദിവസത്തെ കറികളൊന്നും ഞാൻ അവന് കൊടുക്കത്തില്ല. നമ്മൾ കഴിക്കും പോലെയല്ല. കുഞ്ഞിന് അവന് 11 മാസമായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അവൻ അന്നെന്നുള്ളത് അന്നു തന്നെ വെച്ച് കൊടുക്കും. അപ്പം മീനും വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാമെന്ന് കരുതിയത്. അവന് ആദ്യമായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എരിവൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കില്ലെന്നും അറിയത്തില്ല, കൊടുത്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കുന്നത്, നല്ല ഫ്രൈ ആയിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വെച്ചത്. വീട്ടിൽ അമ്മയും ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ വെക്കാൻ നിന്നത്. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് എല്ലാം വയ്ക്കാറ്. അമ്മ എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എല്ലാം വയ്ക്കാറ്. അങ്ങനെ അവനെ ഞാൻ ഒരാളിൽ കൊടുത്തിട്ടാണ് അടുക്കളയിലോട്ട് കയറിയിട്ടുള്ളത് വയ്ക്കാൻ വേണ്ടി. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അധികം അടി പിടിക്കാതിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഫ്രൈ ചെയ്യണമെന്ന് കരുതുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നീളത്തിൽ ഇട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇതിനോടാണ് താല്പര്യം. അങ്ങനെ നമ്മുടെ ഫ്രൈ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, പടിയിൽ പിടിക്കത്തില്ല. അങ്ങനെ നമ്മൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.